ഹായ് ഫ്രണ്ട്സ് സ്റ്റോറിയിട്ട് പോവാം. ഹീറോയ്ക്കും കൺഫ്യൂസായി ക്ലാസ് വഴിയായിരുന്നു മാത്രം പറയാൻ തുടങ്ങി. ക്ലാസ് കഴിഞ്ഞു അങ്ങനെ വീട്ടിൽ പോയി ഇങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. ഓരോ നാൾ ഓരോന്മാർ ചെയ്യാൻ തുടങ്ങി. ഹീറോയ്ക്ക് കൺഫ്യൂസായി. ഹീറോ ഇപ്പോൾ ഫ്രണ്ട് ബസ് എത്തിക്കണം. ഫ്രണ്ട് പറയാൻ തുടങ്ങി, മച്ചി എല്ലാ സാർക്കും നിൻ്റെ മേലെ കണ്ണാച്ചൊരു ബോഡി അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഞാൻ വന്നിട്ട് പ്രൊപ്പോസ് ചെയ്തിട്ട് അപ്പം നോക്കാമെന്ന് പറഞ്ഞു. ഒരു ചെക്കൻ വന്ന് ഹീറോയ്ക്ക് പ്രൊപ്പോസ് ചെയ്ത്. ഇത് ജിമിൻ നോക്കി ചെന്നൈ ശരി നോക്കിക്കോളാം. ജിമിൻ ചെയ്ത് പോയി. ആ ചെക്കൻ സീനിയറായിരുന്നു, അവിടെ ഫൈനൽ പഠിക്കുന്ന. ആ സീനിയർക്ക് നല്ല തെറി കിട്ടി. അങ്ങനെ ഹീറോയിൻ ഇപ്പോൾ കണ്ടിക്കുന്നില്ല. ഹീറോയ്ക്ക് കൺഫ്യൂസായി. അങ്ങനെ ഓരോ നാൾ ഫസ്റ്റ് ആറാം വിളിച്ചായിരുന്നു. സാർ എന്ത് സാർ? ആറാം ഒരു ബോക്സ് കാട്ടി പ്രൊപ്പോസ് ചെയ്തു ഹീറോയ്ക്ക്. ഉള്ള മാറി മീന്ത് ഹീറോയ്ക്ക് ഷാക്കായി. സാർ അതിപ്പോൾ അങ്ങനെ ഇപ്പോൾ പറയണ്ട പിന്നെ പറഞ്ഞോന്ന് ആറും അവിടുന്ന് പോയി. ഹീറോയ്ക്ക് കൺഫ്യൂസായി. ഈ എന്നിനടാ എന്താ ഇവിടെ നടക്കുന്നത്? ശരി കുറച്ച് നേരത്തെ ഇങ്ങനെ ഇത് തണ്ണി കൊണ്ടുവരാൻ പോയി. എന്നെ വിളിക്കുമായിരുന്നു. ആരാ ഇത്? ജിൻ പ്രൊഫസർ. അയ്യോ സാർ എന്താ സാർ? അത് എന്നാ എന്താ സാർ ഇത്? ഐ ലവ് യു ആർമി. ഇതിപ്പോൾ ഒന്ന് പറയണ്ട പിന്നെ പറയാം. അങ്ങനെ ജിന്നെ ഒരു വീടെല്ലാം വെച്ചായി ഒറ്റോട്ട്. എന്താടാ ഇവിടെ നടക്കുന്നത്? എന്നിട്ട് ഒന്നും മനസ്സിലായില്ല. ശരി ഇവിടെ ഒന്നും ശരിയാവല്ല. അങ്ങനെ സുഖസ് പ്രൊഫസർ മുറച്ച് വരായിരുന്നു. എന്താ ഇയാളെ മുറയ്ക്കുന്നില്ല? എന്താ ശരിനെ സുഖ സാർ? അത് പ്രിയ അത് എന്താ സാറ് നിങ്ങൾ എനിക്ക് ഗിഫ്റ്റ് കൊണ്ടുവരാം. എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായേ? എനിക്ക് കഷ്ടം. അത് സുഖ പറഞ്ഞിട്ട് പോയി, പ്രൊപ്പോസ് ചെയ്തിട്ട് പോയി. എല്ലാവരും ഇത് അങ്ങനെ ഹീറോയ്ക്ക് കൺഫ്യൂസായി. അങ്ങനെ ഡാൻസ് കളിക്കുക ജയഹൂപ്പ് സാർ. ഡാൻസ് ക്ലാസ്സിൽ പോകണ വേണ്ടേ? ആരുമില്ലല്ലോ ഡാൻസ് ക്ലാസ്സിൽ. പോയിട്ട് നോക്കുമ്പോൾ ജയഹൂർ ഗിഫ്റ്റ് കൊടുത്ത് പ്രൊപ്പോസ് ചെയ്തു. സാർ ഞങ്ങൾക്ക് ഡാൻസ് വേണ്ട എന്ത് വേണ്ട. അന്ന് ഓടിപ്പോയി. ജയഹൂർ കൺഫ്യൂസ്. അങ്ങനെ ജിമ്മിന് പ്രൊപ്പോസ് ചെയ്തു എല്ലാവരും. പിന്നെ വി പ്രൊപ്പോസ്. എൻ്റെ വിയും ജങ്കുക്ക് സാർ ജങ്കുക്ക് വന്ന് പറയാൻ തുടങ്ങി. എസ്കിമി ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. ക്ലാസ് കളിക്കായിരുന്നു. ജങ്കുക്ക് പ്രൊപ്പോസ് ചെയ്തു. വീട്ടിലിരുന്ന് ക്യാരി ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഞാൻ ഒരാളെ അക്സെപ്റ്റ് ചെയ്യും. 7 പേരും പ്രൊപ്പോസ് ചെയ്ത്. ശരി ഇപ്പോൾ വേറെ വഴിയില്ല. നാളെ ക്ലാസ് പോകണ്ട. ഹീറോയിൻ നല്ല കിടന്ന് പറഞ്ഞാൽ തുടങ്ങി. മമ്മി വന്ന് വിളിക്കാം. എടി കോളേജിൽ പോകണം ലേറ്റായി. ഞാൻ കോളേജിലേക്ക് പോകുന്നില്ല. ഇത് കയറിയാൻ തുടങ്ങി. മമ്മി ചോദിച്ചു എന്ത് പറ്റിയടി? കയറിഞ്ഞിട്ട് നടന്ന് കയറിയായിരുന്നു. മമ്മി പറയാം എന്താ ഗിഫ്റ്റ്? ആറാം കൊടുത്ത ഗിഫ്റ്റ് നോക്കി. അതിൽ കത്തുണ്ടായിരുന്നു. അതിലെങ്ങനെയല്ല അമ്മ എടുത്ത ഗിഫ്റ്റ് വായിച്ചു നോക്കി. അമ്മക്ക് ഷാക്ക്. നെക്സ്റ്റ് കത്തിയിടർന്നിട്ട് നോക്കി. അതിലും കത്ത്. 7 പേര് കത്ത് വായിച്ചു. അമ്മയ്ക്ക് തല കിലുവിലുമില്ല. അച്ഛന് വന്നു. എന്താ നിങ്ങൾ പൊന്നുമോക്ക് പ്രൊപ്പോസ് വന്നു. എന്താ നോക്കിക്കോ. അച്ഛനിക്ക് തല കറിഞ്ഞ് അടുക്കി വീണ് പോയി. എന്താ ഇടാ ഒരാളെ വെച്ച്. അങ്ങനെ ഹീറോയ്ക്ക് എന്നെ കഴിഞ്ഞു. പിന്നെ വേറെ വഴിയില്ല മോളെ ഒരാളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ ഡാഡി വേറെ വഴിയില്ലാതെന്ന്. പിന്നെ എൻ്റെ ഫ്രണ്ടിന് മോനെ മാരേജ് കഴിക്കുമായിരുന്നു. പിന്നെ രാഹുലിൻ്റെ മാരേജ്. അതെ ഹീറോയ്ക്ക് മാരേജ് നടക്കാൻ പോയി. രാഹുലിൻ്റെ കൂടെ മാരേജ് നടക്കാൻ പോയായിരുന്നു. 7 പേർ വന്നു. 7 പേരും രാഹുൽ എന്തൊരു ചെയ്ത കാര്യം പറഞ്ഞു. ഹീറോയി എന്താ ഇവിടെ നടക്കുന്നത്? എനിക്ക് മാരേജ് മുടങ്ങി. അമ്മ ഞാൻ പോവാ വീട്ടിലേക്ക്. സാരമില്ലമ്മ നീ മാരേജ് മുടങ്ങിയില്ല. ആറാം വന്നിരുന്നു. ആറാം അടുത്ത് കല്യാണം കഴിച്ചു. 7 ബാക്കി 6 പേർക്ക് കടുപ്പായി. എന്തിനാണ് കല്യാണം കഴിച്ചോന്ന്. അങ്ങനെ ബാക്കി മെമ്പേഴ്സ് വന്ന്. അവരുടെ കയ്യിൽ ഓൾറെഡി വൈഫിക്ക് വേണ്ടി ആറാം കയ്യിൽ ഓൾറെഡി എല്ലാവരും ഹീറോയിന് മാരേജ് ആയിട്ട് ഹീറോയിൻ്റെ അമ്മ അവിടേക്ക് മയങ്ങി വീണു. അയ്യോ എൻ്റെ കല്യാണം ഒരാളെ കല്യാണം 7 പേര് കല്യാണം അമ്മ മയങ്ങി വീണു. അങ്ങനെ കൊണ്ട് കുറച്ച് ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയിൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. കുട്ടികൾ അങ്ങനെയെല്ലാം ജനിച്ചു. അങ്ങനെ കൊണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹീറോയിൻ മമ്മി വന്ന് ഒരു തണ്ണി വട്ടിൽ ബാതിൽ കൊടുത്തു. തണ്ണി വെഡിൽ വീത്തി. അയ്യോ പ്രേതം. അയ്യോ ബിസാസ് എന്തടി നീ എന്താക്കുന്ന? സ്കൂളിൽ പോകാൻ ലേറ്റായി. എന്താ ഉറക്ക്? ഡ്രീമാ ഇത്? ഡ്രീമാ? ഞാൻ റിയൽ നിറച്ച് പോയി. ലേറ്റായി കോളേജിൽ പോകണ്ടേ. ഇന്ന് +2 പഠിക്കാം. ഇനി പോയിട്ട് കോളേജൊക്കെ ജോയിൻ ചെയ്യണം. മറിയാതെ പോ. ശരി അമ്മ എനിക്ക് കല്യാണം. കല്യാണം വട്ടി ഉണ്ട് പൊടി ഇരിക്കാം. എനിക്ക് കല്യാണം പൊടി. അങ്ങനെ ഹീറോയിൻ മമ്മി പറഞ്ഞു. ശരി ഓക്കെ. അങ്ങനെ ഫ്രണ്ടിനോട് പറഞ്ഞു. ഫ്രണ്ട് നമ്പില്ല. പോടി അതൊരു ഡ്രീമാണോ? നീ ഒന്ന് ചുമക്കിടാൻ സ്വപ്നം കണ്ടതായിരിക്കും. അങ്ങനെയാണ് മച്ചി. അതെ. അങ്ങനെ ഹീറോയി സ്കൂളിൽ പോയി. കോളേജൊക്കെ എത്തി. ഫസ്റ്റ് ഇയർ. ഇപ്പോൾ കോളേജാണ് മച്ചി. കോളേജുകളെല്ലാം വന്നു. അങ്ങനെ ഹീറോയ്ക്ക് ഡ്രീമിൽ വന്ന് അതേ ചെക്കനായിരുന്നു. ഹീറോയ്ക്ക് മാരേജ് വയ്ക്കാൻ പോകുന്ന ആ ചെക്കൻ. അവനെ കണ്ടു. ഹീറോയി ഷോക്കായി. മച്ചി ഇവൻ്റെ പേര് ഇത്. അങ്ങനെ ആ ചെക്കൻ്റെ പോയിട്ട് ഫ്രണ്ട് ചോദിച്ചു. ഷോക്കായി ഫ്രണ്ടിക്ക്. മച്ചി
ഇങ്ങനെ ഹീറോയുടെ ഡാഡി പേര് കേട്ട് അറിയുമോന്ന് ഹീറോയിനോട് പറഞ്ഞു. ഫ്രണ്ട് ഇപ്പോൾ വിശ്വസിക്കാൻ തുടങ്ങി. മച്ചി ചെറുടി അങ്ങനെ കോളേജിൽ ഇങ്ങനെ പാട്ട് ഡാൻസിലായിരുന്നു. ഇപ്പോൾ ഹീറോയിൻ നന്നായിട്ട് പഠിക്കുകയായിരുന്നു. കഴിഞ്ഞപ്പോൾ മച്ചി ഇപ്പോൾ നമ്മൾ തേർഡ് ഇയർക്ക് എത്തി. അങ്ങനെ ഹീറോയിൻ മച്ചി ഇങ്ങനെ ഇപ്പോൾ പറയുന്നുണ്ട്. ഫ്രണ്ട് ഓടി വന്നു. മച്ചി PTS മെമ്പർ 7 പേര് ഇന്ത്യക്ക് വന്നോടി. ഇന്ത്യക്ക് വന്നോ? അതെ നമുക്ക് പോവാം. മച്ചി എവിടെടി? തമിഴ്നാട്ടിലേക്ക്. അവിടേക്കാണ് വരുന്നത്. എടി എൻ്റെ അമ്മ വിടില്ലടി. പറഞ്ഞേക്കടി തമിഴ്നാട്ടിലേക്ക് പോയിട്ട് വരാം. വാ. വേണ്ടടി അമ്മ വിടില്ല. അത് നിനക്കറിയില്ലേ? ശരി ഓക്കെ. ഹീറോയ്ക്ക് അമ്മക്ക് കോൾ വന്നു. ഹലോ ஹாய் மச்சி, நீ எப்படி இருக்கடி? நான் நல்லா இருக்கடி. അങ്ങനെ ഇന്ത്യ കുറേ അവർ തമിഴ്നാട്ടിൽ വരാൻ പറഞ്ഞു. ഫ്രണ്ട് ശരി ഓക്കേടി നമ്മൾ പോവാന്ന്. രണ്ടുപേരും തമിഴ്നാട്ടിലേക്ക് ഹീറോയിൻ ഫ്രണ്ട് വലിച്ചുകൊണ്ട് പോയി. ഹീറോയിൻ മമ്മി ഓക്കെ പറഞ്ഞു. അങ്ങനെ ഹീറോയിൻ മമ്മീൻ്റെ ഫ്രണ്ട് അവിടേക്ക് വരുന്നായിരുന്നു. തമിഴ്നാട്ടിൽ വിളിച്ചായിരുന്നു. അവരെ മോൾക്ക് മാരേജാണ്. അങ്ങനെ ഹീറോയിൻ പോയി. മമ്മീൻ്റെ ഫ്രണ്ടാണ് ഇവിടെ എൻ്റെ കൂടെ പഠിച്ചത് കേരളത്തിൽ പറഞ്ഞിരുന്നു. അങ്ങനെ ഹീറോയിൻ പോയി. അങ്ങനെ ഷൂട്ടിങ് ഡിസംബറിന് ഹീറോയെ കണ്ട് ഭയങ്കര ജോലിയായിട്ട് എൻജോയ് ചെയ്യും. ഇങ്ങനെ കിഞ്ചാം ഇങ്ങനെ ഒരു നാൾ ഡിസംബർ 7 ഒരു പാട്ടാടി ഹീറോ ഹാപ്പിയിൽ തുള്ളാൻ തുടങ്ങി. ഇത് ആറം സിദ്ധിച്ച് ആറംക്ക് കണ്ടിട്ട് കണ്ണ് വേടായി ഷോക്കായി ഒരാളെ കണ്ടിട്ട്. ബാക്കി മുമ്പർ പറയാൻ തുടങ്ങി. അവരെന്ന് നോക്കാൻ തുടങ്ങിയായിരുന്നു 7 പേർ. ഇത് അവർ സംസാരിക്കുമായിരുന്നു. ഹീറോയ്ക്ക് മനസ്സിലായില്ല ആരോ ഇവർ നോക്കുന്നത്. ഒരാൾ നോക്കിയാൽ ശ്രദ്ധിച്ചായിരുന്നു. ഹീറോയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇവരാരെ നോക്കുന്ന അറിയില്ല. ശരി അവർ വേഗം ഡാൻസ് പാട്ട് ഹീറോ ഇപ്പോൾ പാട്ട് ഡാൻസെല്ലാം കഴിഞ്ഞു. പിന്നെ വീണ്ടും ഓട്ടോഗ്രാഫ് സൈൻ ചെയ്യണം പറഞ്ഞായിരുന്നു. അത് നെക്സ്റ്റാണ്. ഹീറോയോട് പോകാൻ നോക്കിയായിരുന്നു. മച്ചി ഇനി നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യണോടെ. ഒരിക്കലും നമുക്കൊരു പാട്ട് മാത്രമേ കാണാൻ പറ്റൂ. എന്നിട്ട് അവിടെ സംസാരിക്കാനും കുറേ പണം വരും മച്ചി. അങ്ങനെ ഹീറോയി പറഞ്ഞു ഇല്ലടി എനിക്ക് നാളെ വരാൻ പറ്റില്ല. നാളെ ആൻറ്റി കുറച്ച് ബിസിയാണ് ഡി. അങ്ങനെ ഹീറോയുടെ ഫ്രണ്ട് ഇങ്ങനെ പോവായിരുന്നു. അങ്ങനെ ഒരാൾ ബോഡി ഗാർഡ് വന്നു വിളിച്ച് സ്റ്റോപ്പ് പറഞ്ഞു. 14 നമ്പർ സീറ്റിലുള്ള കുട്ടി ഇങ്ങനെ വാന്ന് പറഞ്ഞു. അങ്ങനെ ഹീറോയി പുറകിൽ പോയി. അവരെ കൂടെ ബോഡി ഗാർഡ് അവർ റൂം കാട്ടി. ആ റൂമിൻ്റെ അകത്ത് ഹീറോയി പോയി.